അറിയിക്കുന്നതുമായിരിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കണ്ണൂരിൽ വ്യാപക മഴയാണ്. കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. 1.5 മാസം പ്രായമുള്ള കുരുന്നുമായി രക്ഷാപ്രവർത്തകർ അപകടകരമായ പാലം അത് സുരക്ഷിതമായി കടന്നിട്ടുണ്ട് എന്നുള്ള ആശ്വാസകരമായ വിവരം പുറത്തുവരുന്നുണ്ട്. അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിലിടിഞ്ഞു വീണു. മുറിച്ചോർ മണ്ണിൽ താഴെ പുഴയോരം ഇടിഞ്ഞു. മട്ടന്നൂർ കൊട്ടാരം പെരിയത്ത് കാർ ഒഴുക്കിൽപ്പെട്ടു. മട്ടന്നൂർ നായിക്കാലിയിൽ പുനർനിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ പലയിടങ്ങളിലും ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടിയെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ചെറുപുഴ കോഴിച്ചാലിലെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? അതിൻ്റെ പുതിയ വിവരങ്ങളും സജോ. റിജിത്ത്, ചെറുപുഴ കോഴിച്ചാലിലെ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ദൃശ്യങ്ങൾ കാണാൻ നമുക്ക്. ആ ദൃശ്യങ്ങൾ ശ്വാസമടക്കി പിടിച്ച് കാണണം. അങ്ങേയറ്റം ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പെരിങ്ങോം ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക്, അവിടുത്തെ ജനപ്രതിനിധികൾക്ക്, നാട്ടുകാർക്കൊക്കെ നമ്മൾ ആദ്യം ഒരു സല്യൂട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആ ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക്. അവിടെ അങ്ങേയറ്റം ദുഷ്കരമായ, ശ്രമകരമായ, അപകടകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ്. 1.5 മാസം മാത്രം പ്രായമുള്ള കുരുന്നിനെയാണ് രക്ഷാപ്രവർത്തകർ മാറോട് അടക്കി പിടിച്ചിരിക്കുന്നത്. അങ്ങേയറ്റം ആ ശ്വാസം അടക്കി പിടിച്ചത് നമ്മൾ കണ്ടിരിക്കുന്നു. അതിനുശേഷം ആശ്വാസകരമായ കാര്യമാണ്, അങ്ങേയറ്റം സുരക്ഷിതമായി തന്നെ 1.5 മാസം പ്രായമുള്ള കുരുന്നിനെ അവർക്ക് മറുകര എത്തിക്കാൻ കഴിഞ്ഞു. അവിടെ 5 കുടുംബങ്ങളാണ്. ഈ കോഴിച്ചാൽ ഒരു തുരുത്താണ്. ചെറുപുഴ കോഴിച്ചാൽ, അതായത് കണ്ണൂരിലെ ചെറുപുഴയ്ക്കടുത്ത കോഴിച്ചാലാണ്. അതൊരു തുരുത്താണ്. അവിടുത്തെ പുഴ ഏതാണ്ട് കരകവിഞ്ഞു എന്ന സ്ഥിതിയിലേക്കാണ്. അവിടെ ഒരു മരപ്പാലം മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങൾക്ക് മറികടന്ന് അവരുടെ വീടുകളിലേക്ക് പോകാൻ ആകെ സാധ്യമായ ഒരു വഴിയും. ആ പാലം തകർന്നു. അതുകൊണ്ട് അവർക്ക് സ്വന്തം നിലയ്ക്ക് പുഴ മുറിച്ചു കടത്തൊന്നും എങ്ങോട്ടെങ്കിലും മാറുക എന്നത് പ്രായോഗികമായിരുന്നില്ല. പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ സഹായം അവിടുത്തെ ജനപ്രതിനിധികൾ തേടി അവരെത്തി. അവർ വളരെ സുരക്ഷിതമായി തന്നെ ആ കുരുന്നിനെ പുറത്തേക്ക് എത്തിച്ചു. അക്കാര്യത്തിൽ ആ സേനാംഗങ്ങൾക്ക് നമ്മൾ പ്രത്യേക സല്യൂട്ട് തന്നെ അറിയിക്കുന്നു. ശ്വാസമടക്കി പിടിച്ചാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതെങ്കിൽ കൂടിയും അത് അങ്ങേയറ്റം ആശ്വാസകരമാണ് എന്നതുകൂടി. കാരണം വളരെ ദുഷ്കരമാണ്, ശ്രമകരമാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ പലതും. അതിലേറ്റവും സന്തോഷിപ്പിക്കുന്ന, കാരണം നമ്മൾ വളരെ ഉദ്വേഗത്തോടെ കണ്ടിരിക്കുമെങ്കിലും ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു ദൃശ്യമായതുകൊണ്ടാണ് അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് രക്ഷാപ്രവർത്തകർ ഈ ദുരിതം പെയ്തിറങ്ങിയ ഈ കാലത്തും ഉണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. കാരണം അവിടെ 5 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടു പോയത്. വളരെ വേഗത്തിൽ തന്നെ അതിൽ ഇടപെടലുണ്ടായി. ജനപ്രതിനിധികൾ ഇടപെട്ടു, നാട്ടുകാർ ഇടപെട്ടു, രക്ഷാപ്രവർത്തകർ വളരെ വേഗത്തിൽ തന്നെ എത്തി. അവരെ, ആ കുടുംബങ്ങളെല്ലാം അവിടെ നിന്ന് ഇപ്പോൾ സുരക്ഷിതമായി മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതേസമയം കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ദുരിതം പെയ്തിറങ്ങുകയാണ്. കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ്. മലയോര മേഖലകളിലെ മിക്കവാറും തോടുകളിലും പുഴകളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി തന്നെ കുതിച്ചുയരുന്നുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയമുണ്ട്. അതാണ് ഈ ഇടങ്ങളിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ആറളം പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. നുച്ചിയാട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ആറളം പുഴ ഒഴുകുന്ന പാലപ്പുഴ പാലം പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട്. മണിക്കടവ് മേഖലയിലെ പാലം മുങ്ങിയിട്ടുണ്ട്. മണിക്കടവിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി കണ്ണൂരിലെ മിക്കവാറും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. താഴെച്ചൊവ്വ, എളയാവൂർ, താഴെച്ചൊവ്വയുടെ വെറ്റിലപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, അങ്ങനെ അഴീക്കോടിൻ്റെ ചില ഭാഗങ്ങൾ, കൂത്തുപറമ്പിലെ എടയാർ മേഖല, അത്താഴക്കുന്ന്, അങ്ങനെ നിരവധി മേഖലകളിൽ ഇതിനകം തലശ്ശേരിയിൽ എടുക്കുകയാണെങ്കിൽ തലശ്ശേരിയിലെ ചമ്പാട്, കൂരാറ ഉൾപ്പെടുന്ന മേഖലകൾ, അങ്ങനെ മിക്കവാറും കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അതിരൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. മിക്കവാറും വളവട്ടണം പുഴ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. ഇതിനിടെ നിരവധി അപകടങ്ങൾ കൂടി ഉണ്ടായതിൽ ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാനുള്ളത്, അഞ്ചരക്കണ്ടിയിൽ വിദ്യാർത്ഥികൾ മദ്രസ വിട്ട് നടന്നു പോകവേ മതിൽ ഇടിഞ്ഞ് റോട്ടിലേക്ക് അവരുടെ മുന്നിലേക്ക് പതിച്ചു. അത്ഭുതകരമായ കുട്ടികൾ രക്ഷപ്പെട്ടു. തലനാരിഴയ്ക്കാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ അത് പറഞ്ഞു തരും. ചക്കരക്കല്ലിൽ ഒരു വീടിൻ്റെ മതിൽ ഇടിഞ്ഞ് കാറിന് മുകളിലേക്ക് പതിച്ചു. മട്ടന്നൂർ നായിക്കാലിയിൽ നിർമ്മാണത്തിലിരുന്ന റോഡിൻ്റെ അവശേഷിക്കുന്ന മറ്റൊരു ഭാഗം തകർന്ന് പുഴയിലേക്ക് പതിച്ചു. ഒപ്പം ഈ ചെക്ക് ഡാം, കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകുകയാണ്. കീഴല്ലൂർ വേങ്ങാട് പ്രദേശത്ത് 20ഓളം കുടുംബങ്ങളെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇളയാവൂരിൽ 30ഓളം കുടുംബങ്ങൾ സ്വയമേവ തന്നെ മാറി താമസിക്കുന്നുണ്ട്. ചമ്പാട്, കൂരാറ ഉൾപ്പെടുന്ന മേഖലകൾ, കുന്നോത്തുപറമ്പയുടെ ചില പ്രദേശങ്ങളൊപ്പം എടയാർ ഉൾപ്പെടുന്ന മേഖലകൾ, അത് കൂത്തുപറമ്പിൻ്റെ മേഖലകളാണ്. അങ്ങനെ കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. അതിശക്തമായ മഴയാണ്, കനത്ത മഴയാണ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമായത്. അതിനിടെ ഇന്ന് യഥാർത്ഥത്തിൽ അവധി ഉണ്ടായിരുന്നില്ല. പക്ഷേ വലിയ മഴക്കെടുതിയും ദുരിതങ്ങളും ജില്ലയുടെ വിവിധയിടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടം ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്ക് മാത്രം 200ഓളം വീടുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ കേടുപാടുകൾ സംഭവിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ നൽകുന്നത്. ഇതിനിടെ ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, അതായത് കോളേജുകൾ
ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലേർട്ടാണ്, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. അങ്ങേയറ്റം എല്ലായിടത്തും, അതായത് മഴയുടെ ദുരിതമോ നാശനഷ്ടങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് മലയോര മേഖലകളാണ്. അതായത് തളിപ്പറമ്പ്, ഇരിട്ടി, പേരാവൂരിൻ്റെ ഒക്കെ മലയോര മേഖലകൾ, ചെറുപുഴയുടെ മലയോര മേഖലകളിലൊക്കെ ചെറുപുഴയിൽ ഒരു അല്പം കുറവാണ്, മറ്റിടങ്ങളിൽ അതിശക്തമായ മഴ ലഭ്യമാകുന്നുണ്ട്. അതേസമയം മേഖലകൾ വ്യത്യാസമില്ലാതെ ജില്ലയുടെ എല്ലായിടങ്ങളിലും അതിശക്തമായ മഴ, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം, ഇപ്പോഴും അതിരൂക്ഷമായ വെള്ളക്കെട്ട്, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിയാണുള്ളത്. അതിനിടെ രക്ഷാപ്രവർത്തനം കൂടി സജീവമായി തന്നെ ഈ ഇടങ്ങളിൽ നിന്ന് ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കുന്നുണ്ട്. അതിൽ ആശ്വാസകരമായ ചില ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ശരി, കണ്ണൂർ ജില്ലയുടെ പൊതുവായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സജു ദേവസ്യ. കണ്ണൂരിൽ അതിശക്തമായ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിട്ടുള്ള സാഹചര്യമുണ്ട്. അതിനിടയിലും ശ്വാസം അടക്കിപ്പിടിച്ച് നമ്മളൊരു ദൃശ്യം കണ്ടു. അത് കണ്ണൂർ ചെറുപുഴ കോഴിച്ചാലിൽ നിന്നുള്ളതായിരുന്നു. ഒറ്റപ്പെട്ട കുടുംബത്തെ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിൽ തന്നെ 1.5 മാസം പ്രായമുള്ള കുരുന്നുമായി രക്ഷാപ്രവർത്തകർ അപകടകരമായ ഒരു പാലത്തിലൂടെ നടന്ന് അപ്പുറത്തെത്തി സുരക്ഷിതമായ ആ കുട്ടിയെ മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അവർക്കും ഒരു സല്യൂട്ട് ഈ ഘട്ടത്തിൽ പറയുകയാണ്. അതുപോലെ അഞ്ചരക്കണ്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് മതിൽ ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടിരുന്നു. വലിയ അപകടമാണ് അവിടെ ഒഴിവായത്. കണ്ണൂർ ജില്ലയുടെ പൊതുവായുള്ള മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യം, അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സജു ദേവസ്യ.